എല്ലാവർക്കും നമസ്കാരം. വിദേഹ രാജ്യത്തിലെ ജനക മഹാരാജാവിൻ്റെ മകൾ വൈദേഹി എന്ന ജാനകിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ജനക മഹാരാജാവിന് സിതം അല്ലെങ്കിൽ ഉഴവ് ചാലിൽ നിന്നും ലഭിച്ച മകളായതുകൊണ്ട് സീത എന്ന പേരും അവൾക്കുണ്ട്. രാവണന് വേദവതിയിൽ ജനിച്ച മകളാണ് സീത എന്നൊരു കഥയുമുണ്ട്. രാമായണത്തിലുടനീളം സീത അസാമാന്യമായ അമാനുഷികമായ യാതൊന്നും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ തൻ്റെ പാതിവൃത്യം കൊണ്ടും സത്യസന്ധത കൊണ്ടും ത്യാഗം കൊണ്ടും സഹനം കൊണ്ടും ഒരു ജ്വലിക്കുന്ന കഥാപാത്രമായിട്ടാണ് രാമായണം വായിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ സീത പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഇന്ന് സീതയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നമസ്കാരം. സീതയെക്കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പരിഭ്രമമുണ്ട്. കാരണം അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഭാരതത്തിൽ ജനിച്ചു വളരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൃശ്യമായും അദൃശ്യമായും സാന്നിധ്യമുള്ള കഥാപാത്രങ്ങളാണ് രാമായണത്തിലേത്. സീതയുടെയും ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ അവരൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ ഇടപഴകുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ അവരുടെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല, അനേകം തരത്തിൽ അനേകർ അവരെക്കുറിച്ച് പല പല വ്യാഖ്യാനങ്ങളിൽ, പല പല ഉപാഖ്യാനങ്ങളിൽ, പല പല വിവർത്തനങ്ങളിലൊക്കെ അങ്ങനെ അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. സീതയെ വാൽമീകിയാണ് സൃഷ്ടിച്ചതെങ്കിൽ പിന്നീട് അനേകം പേർ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ സീതയല്ല കണ്ണശൻ്റെ സീത, അദ്ദേഹത്തിൻ്റെ സീതയല്ല കമ്പരുടെ സീത, അതുമല്ല രാമചരിതമാനസത്തിൽ തുളസീദാസ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ വൈവിധ്യമുള്ള തരത്തിൽ സീത വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സീതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ ഒരു പ്രത്യേകതരം വെളിച്ചമുണ്ടാവും. കാതറിൻ മേയോ എന്ന് പറയുന്ന ഒരു പഴയ എഴുത്തുകാരി, വളരെ പഴയ എഴുത്തുകാരിയാണ്. അവർ ഇന്ത്യയെ ആക്ഷേപിച്ചിട്ടൊരു പുസ്തകം എഴുതി. അപ്പോൾ അതിൽ ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അപ്പോൾ മഹാകവി ഉള്ളൂർ അതിനോട് പ്രതികരിച്ചിട്ട് ചിത്രശാല എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്, ഒരു ഖണ്ഡകാവ്യം പോലെ. അത് ഒരു ചിത്രശാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ അനേകം സ്ത്രീകളുടെ ദൃശ്യങ്ങൾ കാണുകയും അവർ ഭാരതീയരായ സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവ വൈശിഷ്ട്യം പറഞ്ഞ് അവരെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ളൂർ സീതയെക്കുറിച്ച് പറയുകയാണ്. അണയാത്ത മണിവിള കഴിയാത്ത കുങ്കുമപ്പൊട്ടാണി വാടാ മലർമാല അവനിക്കിവൾ എന്ന് പറയും. അണയാത്ത മണിവിളക്കാണ്, അഴിയാത്ത കുങ്കുമപ്പൊട്ടാണ്, അണി വാടാ മലർമാല അവനിക്കിവൾ. ഇതെല്ലാം ഒരു ശാശ്വതത്വത്തെ സൂചിപ്പിക്കുകയാണ്. മലയാളത്തിൻ്റെ ഒരു മഹാകവി സീതയെ എഴുതുമ്പോൾ എല്ലാം ശാശ്വതത്വത്തെ സൂചിപ്പിക്കുന്ന ബിംബങ്ങൾ കൊണ്ടാണ് അതിനെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അണയാത്ത മണിവിളക്ക്, ഒരിക്കലും അണയാത്തൊരു ദീപം. അഴിയാത്ത കുങ്കുമപ്പൊട്ട, അത് സീതയുടെ പാതിവൃത്യത്തിൻ്റെയും ശ്രീരാമഭക്തിയുടെയും ഒക്കെ പ്രതീകമാണ്. അഴിയാത്ത കുങ്കുമപ്പൊട്ട്. അണി വാടാ മലർമാല, ഒരിക്കലും വാടിപ്പോകാത്ത ഒരു മാല എന്ന നിലയിലാണ്. അപ്പോൾ അങ്ങനെയാണ് സീതയെ അദ്ദേഹം ചിത്രീകരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ സീതയെക്കുറിച്ച് പറയുന്നത് സീത പവിത്രതയുടെയും വിശുദ്ധിയുടെയും എല്ലാം പ്രതീകമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പലയിടത്ത് സീതയെക്കുറിച്ച് അങ്ങനെ വാഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ സീതയെ വാഴ്ത്താത്തവരായി ആരുമില്ല എന്ന് പറയണം അക്ഷരം കൈകാര്യം ചെയ്യുന്ന ആളുകൾ. പക്ഷേ സമീപകാലത്ത് സീതയിൽ നിന്ന് മാതൃകയായി ഒന്നും ആധുനിക സ്ത്രീക്ക് സ്വീകരിക്കാനില്ല എന്നും ഒരു വാദഗതി വന്നിട്ടുണ്ട്. ഒരു വളരെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത്, അങ്ങനെയുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലത്ത് ഏതു തരത്തിലുമാവാം വ്യാഖ്യാനം. പക്ഷേ നമ്മൾ സീതയെ മനസ്സിലാക്കുമ്പോൾ, സീത എന്ന കഥാപാത്രത്തെ വാൽമീകി സൃഷ്ടിച്ച രീതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു സ്ത്രീയെ അത്രയേറെ ആദർശാത്മകമായി സൃഷ്ടിക്കാൻ ഒരു പക്ഷേ അങ്ങനെ ഒരു കവിക്കേ കഴിയൂ. എല്ലാത്തരം സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള എല്ലാത്തരം മാലിന്യങ്ങളിലൂടെയും എല്ലാത്തരം സംഘർഷങ്ങളിലൂടെയും എല്ലാത്തരം സാഹചര്യങ്ങളിലൂടെയുമാണ് സീത എന്ന കഥാപാത്രം കടന്നു പോകുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും സീതയിലെ വിശുദ്ധി അതുപോലെ നിലനിൽക്കുന്ന തരത്തിലാണ് വാൽമീകി സീതയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു സാധാരണ തൂലിക കൊണ്ട് എഴുതിയതല്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ ഏതോ വിശുദ്ധമായ നിമിഷത്തിലാണ് അദ്ദേഹത്തിന് സീതയെ സൃഷ്ടിക്കാൻ തോന്നിയിട്ടുണ്ടാവുക. ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ തന്നെ അതിനു മുമ്പേ
ഒരു മാതൃകയായി ജീവിച്ചിരുന്നിട്ടും ഉണ്ടാവാം. സീതയുടെ ജനനത്തെപ്പറ്റി നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സീത ഉഴവുചാലിൽ നിന്നാണ് സീതയെ ലഭിക്കുന്നത്. ഈ കഥ നമ്മൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ കാനനവാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയയുമായി സീത കാണുന്ന ഒരു രംഗമുണ്ട്. അത് വൈലോപ്പള്ളി ഉജ്ജ്വല മുഹൂർത്തം എന്ന പേരിൽ ഗംഭീരമായൊരു കവിതയാക്കിയിട്ടുണ്ട്. അനസൂയയിൽ അങ്ങനെ ഒരു മാതൃത്വത്തിൻ്റെ ഗംഭീരാവസ്ഥ സീതയെ കാണുന്നതിലൂടെ ഉളവായി വരുന്നതിൻ്റെ അത് വാൽമീകി അതെ 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 അത് വാൽമീകി തന്നെ ആവിഷ്കരിച്ചതിൻ്റെ ഒരു കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ള ഒരു ആവിഷ്കാരമാണ്. അതിൽ വേറെ സ്വാതന്ത്ര്യമൊന്നും വൈലോപ്പള്ളി എടുത്തിട്ടില്ല. പക്ഷേ വൈലോപ്പള്ളി അത് ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് വേറൊരു തരം അനുഭൂതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അനസൂയ വളരെ സ്നേഹത്തോടു കൂടി സീതയോട് പറയുന്നു, അല്ലയോ സീതേ, എങ്ങനെയായിരുന്നു നിൻ്റെ വിവാഹം, നിൻ്റെ ജനനം എങ്ങനെയായിരുന്നു, നിൻ്റെ വിവാഹം എങ്ങനെയാണ്, നീ പറഞ്ഞു കേൾക്കാൻ എനിക്കിഷ്ടമുണ്ട് എന്ന് പറയുന്നു. വളരെ പ്രായം ചെന്ന ഒരാൾ അവരേക്കാൾ ഇളയ എന്നാൽ മുതിർന്ന ഒരു കുട്ടിയോട് എങ്ങനെയാണ് ഇത്തരം കുശലങ്ങൾ അന്വേഷിക്കുക എന്നതിൻ്റെ സ്വാഭാവികതയോടുകൂടിയാണ്. അപ്പോൾ സീതയും അത്ര തന്നെ സ്വാഭാവികതയോടുകൂടിയാണ് അവരോട് സംസാരിക്കുന്നത്. ജനകൻ ഒരു അസാധാരണ രാജാവായിരുന്നു. അപ്പോൾ നമ്മൾ ഉപനിഷത്തിലൊക്കെ ജനകനെ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു രാജർഷിയായിരുന്നു. ഭാരതത്തിലെ ഏറ്റവും ജ്ഞാനം അന്വേഷിക്കുന്ന, ഏറ്റവും അധികം സാത്വികമായി ജീവിക്കുന്ന രാജാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വലിയ വിദ്വൽ ചർച്ചകളൊക്കെ നടന്നതായിട്ട് ഉപനിഷത്തിൽ പറയും. ഉപനിഷത്തിൽ യാജ്ഞവൽക്യനും ഗാർഗിയും എല്ലാം ഉൾക്കൊള്ളുന്ന സദസ്സുണ്ട്. അതിൽ അക്കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഗാർഗി അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉത്തരം പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ വൈജ്ഞാനികമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ജനകൻ. അപ്പോൾ അദ്ദേഹം, സീത പറയുന്ന, അദ്ദേഹം ഉഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈപ്പിടിയിൽ ധാന്യങ്ങൾ എടുത്ത് ഇങ്ങനെ വിതറുകയായിരുന്നു, ഉഴവുചാലിലേക്ക് വിതറുകയായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മണ്ണിൽ പാതി പുതഞ്ഞു കിടക്കുന്നതായി ഒരു പെൺകുഞ്ഞിനെ കാണുകയാണ്, അതിമനോഹരിയായിട്ടുള്ളൊരു പെൺകുഞ്ഞ്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ്, അവർ കുട്ടികളില്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്ന സമയമാണ്. അപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ നമുക്കൊരു മകളെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മകളെ വളർത്തുന്നത്. അത്യധികം സ്നേഹത്തോടെയാണ് വളർത്തുന്നത്. വള്ളത്തോളിൻ്റെ കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞൊരു കവിതയാണ്. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും എന്ന് പറഞ്ഞ് കുഞ്ഞ് സീത കിളികൾക്ക് പാലും പഴമൊക്കെ കൊടുക്കുന്നതിൻ്റെ രംഗം പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ആ കിളികൾ സീതയുടെ ഭാവി ജീവിതം പ്രവചിക്കുകയും ശ്രീരാമൻ എന്നൊരാൾ വന്ന് വിവാഹം കഴിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ സീത അവസാനം പറയുന്നത്, എനിക്ക് ശ്രീരാമനെ വിവാഹം കഴിക്കേണ്ട, എനിക്ക് അമ്മയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയുന്ന വളരെ ലോലമായിട്ടുള്ളൊരു കവിതയാണ്. അത് രാമായണത്തിൽ നിന്നും എടുത്തതല്ല, പക്ഷേ അത് വള്ളത്തോളിൻ്റെ ഒരു ഭാവനയായിരിക്കാം. അങ്ങനെ സീതയുടെ കുട്ടിക്കാലം അങ്ങനെ കഴിയുമ്പോഴേക്കും ഏതാണ്ട് സീതയ്ക്ക് വിവാഹപ്രായം എത്തുമ്പോൾ അച്ഛൻ വിവാഹത്തിന് ആലോചിക്കുമ്പോൾ ഒരു തടസ്സം അതിനകത്ത്. ആ തടസ്സം സീത അയോനിജയാണ് എന്നുള്ളതാണ്. ഒരു സ്ത്രീ പ്രസവിച്ചതല്ല, ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജാക്കന്മാർക്കും സീതയുടെ വിവാഹം കഴിക്കാൻ ഒരു അയോനിജ ആയതുകൊണ്ട് സീതയ്ക്ക് വിവാഹങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഈ വരുണൻ അദ്ദേഹത്തിന് സമ്മാനിച്ച ഈ വളരെ ഭാരം കൂടിയ സാധാരണക്കാർക്ക് എടുത്ത് കുലയ്ക്കാൻ കഴിയാത്ത, അതെ, അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അദ്ദേഹം രാജാക്കന്മാരെ ക്ഷണിക്കുകയാണ്. പക്ഷെ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ എടുക്കാൻ കഴിയുന്നില്ല. ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം സഞ്ചരിച്ചിട്ട് വരുമ്പോൾ അവിടെ ജനകൻ്റെ യാഗം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാഗം ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞാണ് വരുന്നത്. അവിടെ വരുമ്പോൾ ശ്രീരാമൻ ഈ ശൈവചാപം എടുത്ത് കുലച്ചിട്ട് അത് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ്. കുലയ്ക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ കെട്ടുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഇടിവെട്ടുന്ന ശബ്ദം കേട്ടു. എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ, മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. അപ്പോൾ തന്നെ വർണ്ണമാല്യം അർപ്പിച്ചു എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. പക്ഷേ സീത അനസൂയയോട് പറയുന്നത്, ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ രാമനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ രാമൻ അപ്പോഴതിന് സമ്മതിച്ചില്ല. രാമൻ പറഞ്ഞത്, അയോധ്യയിൽ നിന്ന് എൻ്റെ അച്ഛൻ വന്ന് അനുമതി കിട്ടിയതിന് ശേഷമേ കഴിയൂ എന്ന് പറയുകയും അയോധ്യയിൽ അറിയിച്ച് ദശരഥൻ വരികയും അദ്ദേഹത്തിൻ്റെ അനുജ്ഞയോടുകൂടി വിവാഹം നടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എഴുത്തച്ഛൻ അങ്ങനെയല്ലല്ലോ. അപ്പോൾ തന്നെ സ്വയംവരം നടന്നു. നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ, മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. ഉടനെ തന്നെ വരണമാല്യം അർപ്പിച്ചു. അതിനു മുമ്പേ തന്നെ നേത്രോൽപ്പലമാല ചാർത്തി എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഹൈലി റൊമാൻറ്റിക്. എഴുത്തച്ഛൻ്റെ ആ ഒരു
വർണ്ണന സത്യം പറഞ്ഞാൽ കേരളത്തിൽ അത് അറിഞ്ഞുകൂടാത്തവരായി ഒരാളും ഉണ്ടാവില്ല എന്നതായിരുന്നു പണ്ടത്തെ സ്ഥിതി. ഇപ്പോൾ അതറിയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്തൊരു ശരിയായിട്ട് അതിനൊരു ഉത്തരം പറയാൻ നിർവാഹമില്ല. പക്ഷെ പണ്ട് ഞാനെൻ്റെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അക്ഷരമൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ അമ്മയ്ക്ക് ഈ വരികളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. വളരെ ഉച്ചാരണ സ്ഫുടതയോടെ എന്നെ ചൊല്ലി കേൾപ്പിച്ചത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഒരൊറ്റ ആവശ്യം എന്ന് പറയുന്നത് പെണ്ണിന് രാമായണം വായിക്കാൻ അറിയാമോ എന്നുള്ളത്. അതെ, അത് അക്ഷരാഭ്യാസം ഉള്ളവർക്ക്. അക്ഷരാഭ്യാസം ഇല്ലാത്തവരിലും ഇതുണ്ടായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ ഇതെന്നെ ചൊല്ലി കേൾപ്പിച്ചിട്ടുണ്ട്. ഞാനത് അവർ കേട്ട് പഠിച്ചതാണ്. പക്ഷെ അവർക്കൊന്നും ഒരു ഉച്ചാരണ ശുദ്ധിയില്ലായ്മയുമില്ല. അവർ നല്ല ഗംഭീരമായ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഇത്തരം ഇതൊക്കെ രാമായണത്തിലെ ഏറ്റവും ഗംഭീരമായ ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് ഏതോ സമയത്ത് ആരുടെയോ പാരായണത്തിൽ നിന്ന് മനസ്സിൽ പതിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ രാമായണം പ്രവേശിച്ചിരുന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിവാഹം, അങ്ങനെയാണ് സീതയുടെ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നു. അയോധ്യയിൽ വന്നിട്ട് ഞാൻ ഈ കഥകൾ അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സീതയെക്കുറിച്ച് ചില പ്രത്യേക സന്ദർഭങ്ങൾ എടുത്തിട്ട് സീതയുടെ ചില ജീവിതത്തിലെ ചില പ്രത്യേക സന്ദർഭങ്ങൾ എടുത്ത് ചില പ്രത്യേക ഗുണങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വനവാസത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രീരാമന് നിയോഗം കിട്ടിക്കഴിയുമ്പോൾ സീത കൂടി ചെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ ശ്രീരാമൻ ചെയ്യുന്നത് സീതയെ കൂടി കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചിരുന്നില്ല. സീതയുടെ അതിൻ്റെ മേലുള്ള നിർബന്ധത്തിലാണ്. അപ്പോൾ ശ്രീരാമൻ ആദ്യം പറയുന്നത് ഈ വനം എന്ന് പറയുന്നത് അങ്ങേയറ്റം വിഷമം പിടിച്ചൊരു സ്ഥലമാണ്. അവിടുത്തെ ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. തസ്മാത് ദുഃഖകരം വനം എന്ന് അവസാന പാദത്തിൽ ഇങ്ങനെ ആവർത്തിക്കുന്ന അനവധി ശ്ലോകങ്ങളിലൂടെയാണ് ശ്രീരാമൻ അത് പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് തസ്മാത് ദുഃഖകരം വനം എന്ന് ഓരോ ശ്ലോകത്തിൻ്റെ അവസാനം പറയും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ദുഃഖകരമാണ് വനം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോവുക. അങ്ങനെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സീത പറയുന്നുണ്ട്, എനിക്കല്ലെങ്കിൽ തന്നെ വനം പണ്ടേ ഇഷ്ടമാണ്. ഞാൻ വനത്തിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഈ മണ്ണിൻ്റെ മകളാണ്. എനിക്ക് വനം അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്ഥലമൊന്നുമല്ല. പിന്നെ എവിടെയാണോ ശ്രീരാമനുള്ളത് അവിടെയാണ് ഞാൻ ഉണ്ടാവേണ്ടത്. എൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ മാതാവ് പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ പഠിച്ചിട്ട് വന്നിരിക്കുന്നത് എവിടെ ശ്രീരാമൻ ഉണ്ടാവണമോ അവിടെ ഞാൻ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ശ്രീരാമൻ എന്നിട്ട് പറയുന്നുണ്ട്, നീ ഭരതനെ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. പക്ഷേ സീതയുടെ കഠിനമായ നിർബന്ധം, അതിന് സീത ഒരുപാട് വാദഗതികൾ നിരത്തുന്നുണ്ട്. ആ വാദഗതികൾ നിരത്തുന്ന ഞാൻ പറയുന്നതൊക്കെ വാൽമീകി രാമായണത്തിൽ നിന്ന് എപ്പോഴെങ്കിലും എല്ലാവരും സന്ദർഭം കിട്ടുമ്പോൾ നമ്മളൊരു നോവൽ വായിക്കുന്ന അത്ര തന്നെ ചാരുതയോടെ നമുക്ക് വാൽമീകിയുടെ ആ ഭാഗങ്ങൾ വായിക്കാം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവസാന ഘട്ടത്തിലാണ് ശ്രീരാമൻ സീതയെ വനത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് സമ്മതിക്കുന്നത്. സീത ഉന്നയിക്കുന്ന കാരണങ്ങളിൽ പലതുണ്ട്. അപ്പോൾ അതിനകത്ത് സീത പറയും, എൻ്റെ രാജകൊട്ടാരത്തിൽ മിഥിലയിൽ വന്നിരുന്ന ഒരു സന്യാസി പറഞ്ഞിട്ടുണ്ട് എനിക്ക് വനവാസം വേണ്ടി വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയെ കാണാൻ വന്ന ഒരു ഭിക്ഷുണി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വനവാസം വേണ്ടി വരുമെന്ന്. പിന്നെ എനിക്ക് വനത്തിൽ പോകാനുള്ള ആഗ്രഹം ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ നിർബന്ധത്തിൻ്റെ അവസാനം ശ്രീരാമൻ സീതയെ വനത്തിന് കൊണ്ടുപോകാൻ സമ്മതിക്കുകയാണ്. സീതയുടെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ട വലിയ ഒരു സത്യമുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ രാമായണത്തിൽ സീതയുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സീത എത്രയെത്ര ആത്മാർത്ഥമായിട്ടാണ് ശ്രീരാമനെ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതിൻ്റെ ഒരു ഭാഗമാണിത്. അല്ലാതെ വെറുതെ ഭർത്താവ് വനത്തിൽ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കൂടെ പോകാനുള്ള ഒരാഗ്രഹമോ നിർബന്ധമോ ഒന്നുമല്ലത്. കാരണം അദ്ദേഹത്തെ പിരിയാൻ കഴിയാത്ത വിധത്തിൽ അത്രയ്ക്ക് ആഴത്തിലാണ് സീതയ്ക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം. നമ്മൾ രാമായണ കഥാസന്ദർഭങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്കിനിയും അത് പല തരത്തിൽ നമുക്കതിൻ്റെ സ്നേഹം കാണാം. അത് ഒരു സ്ത്രീക്ക് ഒരാളോടൊരു സ്നേഹം തോന്നിയാൽ, കുമാരനാശാൻ പറയുമല്ലോ, ഒരു സ്ത്രീക്ക് ഒരാളിൽ മനസ്സൂന്നിയാൽ അത് പിന്തിരിച്ചെടുക്കുന്നത് അശക്യമാണെന്ന് പറയും, സാധിക്കാത്ത കാര്യമാണെന്ന് പറയും. അതൊരു വലിയ സത്യമാണ് കേട്ടോ. സത്യസന്ധമായി സ്ത്രീകൾ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് അഴിവുണ്ടാവുക സാധ്യമല്ല, വളരെ ഗാഠമായിരിക്കും അത് സീതയിൽ നിന്നാണ് ഭാരതീയ നാരിമാർ പഠിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇത് നമ്മൾ ഏറ്റവും പുതിയ നമ്മളുടെ സ്ത്രീ സങ്കല്പങ്ങളൊക്കെ വെച്ചിട്ടും സ്ത്രീകളെ സംബന്ധിക്കുന്ന അനേകം സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഇതൊരു വളരെ പഴഞ്ചനായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കിപ്പോൾ തോന്നാം.
പക്ഷെ രാമായണ കാലത്ത് അങ്ങനെയല്ല, സീതയെ സംബന്ധിച്ചും അങ്ങനെയല്ല, സീതയെ സംബന്ധിച്ചും അങ്ങനെയല്ല. പക്ഷെ ലോകത്തെ എല്ലാ കാലത്തും അത് ഒരു പരിധി വരെ എല്ലാ സ്ഥലത്തും അപേക്ഷിക്കാവുന്നതാണ്. അത് പ്രായോഗികമായി നമുക്ക് ആരോപിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് സ്ത്രീകളുടെ ഈ സ്നേഹം എന്നത്. ഇതിപ്പോൾ പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇനിയും അത് പലതവണ പരിശോധിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ മറ്റൊരു സന്ദർഭം പറയാം. സീത ഏതാണ്ട് 13 വർഷം വനത്തിൽ താമസം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വനത്തിലെ ജീവിതമാണ് സീതയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് മാറി നിന്ന് ആലോചിക്കുമ്പോൾ പറയാൻ പറ്റും. അതല്ലാത്ത കാലമൊക്കെ സീതയ്ക്ക് സ്വസ്ഥതയില്ലാത്ത കാലമാണ്. വനത്തിലെ ജീവിതമാണ്. വനത്തിലെ ജീവിതം സീത ആസ്വദിച്ചു. ഈ വനയാത്രയെക്കുറിച്ചും ഇവരുടെ ഈ സ്ഥലം മാറ്റങ്ങൾ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു, സഞ്ചരിക്കുന്നു, മുനിപാടങ്ങളിൽ നിന്ന് മുനിപാടങ്ങളിലേക്ക് പോകുന്നു, അപ്പോഴെല്ലാം നമ്മൾ കാണുന്നത് സീത ഈ വൃക്ഷങ്ങൾ കാണുമ്പോഴും നദികൾ കാണുമ്പോഴും പുൽപ്പുറങ്ങൾ കാണുമ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം സീതയിൽ ഇങ്ങനെ ഒരാഹ്ലാദത്തിൻ്റെ തിരയടി നമുക്ക് കാണാം. കാണുന്നതിനെക്കുറിച്ചെല്ലാം കൗതുകപൂർവ്വം സംസാരിക്കുന്നു, ശ്രീരാമനോടെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പോൾ സീത ശരിക്കും ഈ കാഞ്ചന സീത എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കുമ്പോൾ അരവിന്ദൻ സീതയെ പ്രകൃതിയായിട്ടാണല്ലോ കാണുന്നത്. രംഗത്ത് സീത വരുന്നില്ല, പകരം പ്രകൃതിയാണ്. അപ്പോൾ സീത പ്രകൃതിയാണ്. സീതയിൽ അങ്ങനെ ഈ വനയാത്രക്കിടെ ഈ പ്രകൃതിയെ മുഴുവൻ അങ്ങനെ തന്നെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. സീത അതിലങ്ങനെ മുഴുകിയാണ് ജീവിക്കുന്നത്. നമ്മൾ കാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാടിനെ കാണുന്നത്, ബഹുഭൂരിപക്ഷം പേരും കാടിനെ കാണുന്നത് കാടൊരന്യ പദാർത്ഥമായിട്ടാണ് കാണുന്നത്, കാടൊരു അന്യ വസ്തുവായിട്ടാണ് കാണുന്നത്. കാട് നമ്മളുടേതല്ല, ഒരു അപരിചിതമായ സ്ഥലത്ത് ചെല്ലും നമ്മൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കാടിനെ സ്നേഹിക്കാൻ അകത്ത് പ്രേരണയുള്ള ആളുകൾ കാടിനെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ആ തരത്തിലുള്ള ഒരു വലിയ ആഹ്ലാദ പ്രകർഷമുണ്ടാവും. അത് സീതയിലുണ്ട്. ശ്രീരാമനോടുള്ള ഈ അമിതമായിട്ടുള്ള ഒരു ഭക്തി, ഒരു സ്നേഹമെല്ലാം സീതയിൽ അങ്ങനെ അന്തർലീനമായി കിടപ്പുണ്ട്. രാമായണത്തിലെ ശ്രദ്ധേയമായൊരു കഥാസന്ദർഭം ഞാനിപ്പോൾ സൂചിപ്പിക്കട്ടെ. ദണ്ഡകാരണ്യത്തിൽ എത്തിയതിന് ശേഷം സുതീഷ്ണാശ്രമത്തിൽ നിന്ന് വരുന്ന വഴി സീത രാമനോട് പറയുന്നു, എനിക്ക് അങ്ങയോട് വളരെ ഗൗരവത്തിലൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ എന്ന് ശ്രീരാമൻ പറയുമ്പോൾ സീത പറയുന്നു, ഒരു വ്യക്തിക്ക് 3 തിന്മകളാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. ഒരു പുരുഷനാണ്, വ്യക്തി എന്ന് പറയുന്നത് പുരുഷനായിട്ടാണ്. 1, അയാൾ അസത്യവചനം പറയുന്നയാളാവുക. 2, അയാൾക്ക് പരസ്ത്രീ ഗമനം ഉണ്ടാവുക. 3, അയാൾക്ക് ശത്രുതയില്ലാതെ ഒരാളെ കൊല്ലാനിടയാവുക. ഈ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ചീത്തയായിട്ടുള്ളത്. അതിൽ അല്ലയോ ശ്രീരാമ, അങ്ങേക്ക് ഈ ആദ്യത്തെ കാര്യം തീരെയില്ല. അങ്ങ് സത്യത്തിൽ നിഷ്ഠയുള്ള ആളാണ്, സത്യനിഷ്ഠയുള്ള ആളാണ്, അങ്ങ് കള്ളം പറയില്ല. പരസ്ത്രീ ഗമനം, അങ്ങേക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, അങ്ങ് ആ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാണ്. പക്ഷേ ഈ 3ാമത്തെ കാര്യം, വൈരം കൂടാതെ നടത്തുന്ന ഹിംസ, അത് അങ്ങയിൽ ഇവിടെ വന്നതിന് ശേഷം കൂടുതലുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആയുധം എപ്പോഴും അങ്ങ് കൊണ്ടു നടക്കുകയും ആയുധം എപ്പോഴും ഉപയോഗിക്കാൻ പ്രേരിതനാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ശത്രുതയില്ലാത്ത ആളുകളെയും നമുക്ക് കൊല്ലേണ്ടി വരും. അതൊരധർമ്മമാണ്. ഇവിടെ തപസ് ചെയ്യുന്ന മുനിമാർ അങ്ങയോട് യാഗരക്ഷയ്ക്ക് ആവശ്യപ്പെടുന്നു, അവരുടെ സംരക്ഷണം ആവശ്യപ്പെടുന്നു. അവരാവശ്യപ്പെടുമ്പോൾ അങ്ങ് ഓരോരുത്തരെ കൊല്ലുമ്പോഴും അങ്ങേക്ക് അവരോട് യാതൊരു വൈരവുമില്ലാതെയാണ് കൊല്ലുന്നത്. ഈ രാക്ഷസന്മാരെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ അങ്ങ് മനസ്സിലാക്കണം, അങ്ങേക്ക് തോന്നുന്ന സാധാരണ വനവാസികളും അപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ടാവും. ആ വനവാസികളെയും അങ്ങ് അറിയാതെ കൊന്നുകൂടുന്നില്ല. ഭാവിയിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ ബാലിയെ വധിക്കുന്നതിലൂടെ. അതെ, അതുകൊണ്ട് തന്നെ ഈ വൈരം കൂടാതുള്ള ഈ ഹിംസ ഒഴിവാക്കാൻ അങ്ങ് ഈ ആയുധം ഒഴിവാക്കണം. അതിനൊരു കഥ കൂടി സീത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഋഷിവര്യനുണ്ടായിരുന്നു. അദ്ദേഹം ധ്യാനവും ജപവും ഒക്കെ ആയിട്ട് കഴിയുന്ന അഹിംസാവാദിയായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു രാജാവ് കൊണ്ടുവന്നിട്ട് ഒരു വാള് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ കൊടുക്കണം. അപ്പോൾ ഒരാൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതല്ലേ, അത് അയാൾ ആശ്രമത്തിൽ വെച്ചിട്ട് പോയാൽ അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടെങ്കിലോ എന്ന് ഭയന്ന് എല്ലാ സമയത്തും കൂടെ കൊണ്ടു നടക്കാൻ ആരംഭിച്ചു. സീത ഈ കഥയിൽ പറയുന്നത്, ഇദ്ദേഹം ഈ വാള് കൊണ്ടു നടക്കാൻ ആരംഭിച്ചതിൽ പിന്നെ ഇദ്ദേഹത്തിന് പതുക്കെ പതുക്കെ ഈർഷ്യയായിട്ടുകൂടി ഹിംസാപ്രേരണ വന്നു. അതുകൊണ്ട് അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഈ സദാസമയവും ആയുധം ധരിച്ചിങ്ങനെ നടക്കേണ്ടതില്ല എന്നാണ്. ശ്രീരാമൻ അതിന് വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. എൻ്റെ പ്രതിജ്ഞ എന്നത് ഈ ധർമ്മരക്ഷയാണ്. എൻ്റെ ധർമ്മം എന്നത് ഈ ഋഷിമാരെ സംരക്ഷിക്കലാണ്.
അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആയുധമെടുക്കുക തന്നെ ചെയ്യും. എൻ്റെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ സീതയെയും ലക്ഷ്മണനെയും ചിലപ്പോൾ ഉപേക്ഷിച്ചേക്കും എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി വാൽമീകി ഓരോ സ്ഥലത്ത് നിബന്ധിച്ചിട്ടുള്ള കൃത്യമായ ക്ലൂ ആണ് അതെല്ലാം. അപ്പം സീതയുടെ മനസ്സിൽ ഈ ഹിംസക്കെതിരെയുള്ള നമ്മൾ അനാവശ്യമായി നടത്തുന്ന വധങ്ങൾക്ക്, അനാവശ്യമായി നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു പ്രേരണ സീതയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ സീതയുടെ കഥ പറയുമ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ കഥ ഉദ്ധരിക്കുന്നതായിട്ട് എവിടെയും. ശ്രീരാമനെ അങ്ങനെ ഒരിക്കൽ ഉപദേശിക്കാൻ സീതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ തികച്ചും സീതയുടെ വാദങ്ങളെ മുറിച്ചിട്ട് ഇത് എനിക്ക് ബോധത്തോടു കൂടി ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞതോടുകൂടി സീത അത് പിന്നീട് പറയുന്നത് ഒഴിവാക്കിയതാവാനാണ് സാധ്യത. പക്ഷേ ഇത് ഇങ്ങനൊരു ചിന്ത സീതയിലുണ്ട്. നമ്മൾ സീതയെ കാണുമ്പോൾ സീത വെറും പതിവ്രത മാത്രമല്ല, വളരെ കൃത്യമായി സാമൂഹിക ബോധ്യത്തോടെ സീതയ്ക്ക് ചില കാര്യങ്ങൾ ശ്രീരാമനോട് പറയാനുള്ളപ്പോൾ അത് കൃത്യമായി പറയുന്ന ഭാര്യ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ആർജവം അത് പല സ്ഥലത്തും കാണാം നമുക്ക്. ഈ വാൽമീകിയുടെ രാമായണത്തിൽ നമ്മൾ സീതയെ കാണുന്ന എല്ലാ സന്ദർഭത്തിലും സീത പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരാളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭം അങ്ങനെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ മായാമൃഗം വരുന്നതും. നമ്മളത് എനിക്ക് തോന്നുന്നു ലക്ഷ്മണൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. പക്ഷേ എന്നാലും ഒന്നുകൂടി അത് ആവർത്തിക്കാതെ നിവൃത്തിയില്ല. മായാമൃഗം വന്ന് സീത മായാമൃഗത്തെ ആഗ്രഹിച്ചിട്ട് ശ്രീരാമൻ അതിനെ തേടിപ്പോയി. മാരീചനാണ് മായാമൃഗമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ തേടിപ്പോയിട്ട് ദൂരത്തെത്തിക്കഴിഞ്ഞ് മാരീചനെ ശ്രീരാമൻ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ഉറക്കെ നിലവിളിക്കുന്നു. അത് രാവണനൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലക്ഷ്മണൻ അവിടെ നിൽപ്പുണ്ട്, കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മണനോട് സീത പറയുന്നു, പോയി നോക്കൂ, അദ്ദേഹത്തിന് എന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നു, അദ്ദേഹത്തിന് അങ്ങനെ ആപത്ത് പിണയില്ല, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. ഈ ഏത് ദൈത്യന്മാരായാലും ദാനവന്മാരായാലും ദേവന്മാരായാലും ശ്രീരാമനെ ആക്രമിക്കാൻ തക്ക മിടുക്കരൊന്നും ഇപ്പോൾ ഭൂമിയിലില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ സീത അത് കേൾക്കുന്നില്ല. കാരണം സീതയ്ക്ക് ശ്രീരാമനോടുള്ള അമിത പ്രേമം ഇങ്ങനെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് സീതയ്ക്ക് എപ്പോഴും ഒരാപൽ ശങ്കയുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഈ നിലവിളി കൂടി കേട്ടപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ സാധാരണഗതിയിൽ സ്ത്രീകളൊക്കെ അങ്ങനെ ആപൽ ശങ്കയുള്ള ആളുകളാണ്. ഭർത്താക്കന്മാർ പോയാൽ, മക്കൾ പോയാലൊക്കെ ഒരു ഉദ്ദേശിക്കുന്ന സമയം കഴിഞ്ഞാൽ ആദ്യം വിചാരിക്കുക അവർക്കെന്തോ ആപത്ത് പിണഞ്ഞു എന്നാണ്. അല്ലാതെ അവരെന്തോ ഒരു കാര്യത്തിന് അവിടെ നിന്ന് വൈകിയതാണെന്നല്ല വിചാരിക്കുക. പകരം ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ആപത്തുണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ധാരാളം അമ്മമാരും ധാരാളം ഭാര്യമാരും ഉണ്ട്. അപ്പോൾ സീത ഈ പ്രണയത്തിൻ്റെ ആധിക്യത്തിൽ സീത അങ്ങനെ പറയുന്നു. സീതയ്ക്കൊരു ബോധ്യം വരുന്നില്ല അത്. അപ്പോൾ ലക്ഷ്മണൻ പിന്നെയും എതിർക്കുമ്പോൾ സീത പറയുന്നത്, ഒന്നുകിൽ നിനക്ക് എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം, ജ്യേഷ്ഠൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അതല്ലെങ്കിൽ നീ ഭരതന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ജ്യേഷ്ഠൻ മരിച്ചാൽ ഭരതനാണല്ലോ രാജാവ്, ഭരതൻ എന്നെ സ്വന്തമാക്കി കൊടുക്കാം എന്ന് നീ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതൊക്കെ ഈ ചെവിയിൽ ലോഹം ഉരുക്കി ഒഴിക്കുന്നത് പോലെയാണ് ലക്ഷ്മണൻ അത് കേൾക്കേണ്ടി വരുന്നത്. അതുമാത്രമല്ല, സീത പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ഈ നദിയിൽ മുങ്ങി മരിക്കും, അല്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കും, അതുമല്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും. ശ്രീരാമനെ അന്വേഷിച്ച് പോയില്ലെങ്കിൽ ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഗതി കെട്ടിട്ടാണ്, ഇത് നിങ്ങൾക്ക് എന്തോ ഒരാപത്ത് വരാനുള്ളതാണ്, പക്ഷേ എനിക്ക് വിചാരിച്ചാൽ തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗതി കെട്ടിട്ട് ഈ കർണകഠോരമായിട്ടുള്ള ഈ വാക്കുകൾ കേട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ലക്ഷ്മണ രേഖ വരയ്ക്കുന്നു. ഈ രാമായണത്തിൽ അങ്ങനെ രേഖയൊന്നും വരയ്ക്കുന്നില്ല. അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ലക്ഷ്മണൻ പലതവണ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന്, എന്നിട്ടാണ് പോകുന്നത്. ഈ സമയത്താണ് രാവണൻ സന്യാസി വേഷത്തിലകത്തേക്ക് വരുന്നത്. സന്യാസി വേഷത്തിലകത്തേക്ക് വരുമ്പോൾ വളരെ മാന്യനായിട്ടാണ് വരുന്നത്. സീത നോക്കുമ്പോൾ വളരെ മികച്ച ഒരു അതിഥി വരുന്നു. സീത അദ്ദേഹത്തെ വിളിച്ചിരുത്തുന്നു, എല്ലാവിധ അവിടെ ഉണ്ടായിരുന്ന സകല ഭക്ഷണ വിഭവങ്ങളും കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അധികം സാധനങ്ങൾ അദ്ദേഹം കൊണ്ടുതരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ, നിങ്ങൾ ആരാണെന്നൊക്കെ സീതയോട് രാവണൻ ചോദിക്കുമ്പോൾ സീത ഇദ്ദേഹം ഒരു മഹർഷിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സീത ഈ ആദ്യം മുതലുള്ള കഥകൾ, അതുവരെയുള്ള കഥകൾ മുഴുവൻ ഇയാളോട് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി തനിയെ ശരിക്കും രാവണൻ്റെ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ രാവണനാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്, നീ എന്തിനാണ് ഈ കാട്ടിൽ കിടന്ന് നരകിക്കുന്നതോ എന്ന് ചോദിച്ചിട്ടാണ് അപഹരിക്കുന്നത്. അപ്പോൾ ആ അപഹരണത്തിൻ്റെ അത്രയും നേരം നമ്മൾ വിചാരിക്കുന്ന പോലെ ലക്ഷ്മണൻ ഇറങ്ങിപ്പോയ ഉടനെ തന്നെ
സീത അപ്പുറത്ത് വന്ന് നിന്നിട്ട് രാവണൻ വിളിക്കുകയും ഈ രേഖ അപ്പുറത്തേക്ക് കടന്ന പാടെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ടല്ല വാൽമീകി രാമായണത്തിൽ. കൃത്യമായി അത്രയും സീതയെ ബോധ്യപ്പെടുത്തിയിട്ടാണ്, ഒരു മഹർഷിയാണെന്ന് ബോധ്യപ്പെടുത്തി സീതയെ വിശ്വാസത്തോടുകൂടി സീതയിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും ഗ്രഹിച്ച ശേഷം ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ച് പോയിരിക്കുകയാണെന്ന വിവരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കൊണ്ടുപോകുമ്പോഴാണല്ലോ വഴിയിൽ ജഡായുവിനെ കാണുകയും പോകുന്ന വഴി ഈ കിഷ്കിന്ധയുടെ മുകളിൽ അവരിയ്ക്കുന്നത് കണ്ടിട്ട് 3-4 വാനരന്മാരിയ്ക്കുന്നത് കണ്ട് ഈ ആഭരണപ്പൊതി താഴേക്ക് ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ സീതയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നിതിവിടെ നിർത്താം എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് അടുത്ത ദിവസം. സീതയുടെ കഥ ഇങ്ങനെ തുടരുകയാണ്. ഇത് 1-2 അധ്യായങ്ങളിൽ പറഞ്ഞാൽ പോലും തീരില്ല. എങ്കിലും നമ്മൾ 2 അധ്യായങ്ങളിലേക്ക് ഒതുക്കുകയാണ്. സീതയുടെ ബാക്കി കഥകളുമായി നാളെ വീണ്ടും എത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.